എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണല്ലേ. ഇതിനറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യയിലെ കൈലാസം എന്നതാണ്. എരുമ്പീശ്വരർ മഹാദേവ ക്ഷേത്രമാണ്. തിരുച്ചിറപ്പള്ളി ജില്ലയിൽ തിരുവെമ്പൂരിലാണ് ഇത് നിലകൊള്ളുന്നത്. പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. എറുമ്പ് എന്ന് പറഞ്ഞാൽ തമിഴിൽ ഉറുമ്പ് എന്നതാണല്ലോ അർത്ഥം. അപ്പം എരുമ്പീശ്വരർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ്. ഉറുമ്പുകൾക്ക് കുന്നിൻ്റെ മുകളിൽ കയറി ആരാധിക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ സ്വയം ഉറുമ്പാവുകയും അവിടെ തലചായ്ക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. പിന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആദിത്യ ചോള രാജാവാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള കൊത്തുപണികളും ഒരു ഗുഹയ്ക്ക്, അതൊരു കുന്നിൻ്റെ മുകളിൽ ഒരു ഗുഹയ്ക്ക് ഉള്ളിലാണ് എല്ലാ പ്രതിഷ്ഠകളും ഇവിടെ വെച്ചിരിക്കുന്നത്. എല്ലാ പ്രതിഷ്ഠകളും കാര്യങ്ങളും എല്ലാനും നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. എനിക്കിതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനത്തെ പരിസരവും ഇങ്ങനത്തെ കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഇവിടെ വന്ന് സന്ദർശിച്ചിരിക്കുന്ന ആളുകളോട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അവർക്കിത് നന്നായിട്ട് അറിയാൻ പറ്റും. പലതരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ഇവിടെ നടന്നു പോകുന്നുണ്ട്. ഗിരിവാലം എന്നറിയപ്പെടുന്ന ഒരു ആചാരമുണ്ട്. എല്ലാ പൗർണമിയിലും നടക്കുന്നുണ്ട്. നഗ്നപാതരായി ഭക്തർ വന്നിട്ട് ഈ കുന്നിനെ വലം വെക്കുന്നു. അത് വളരെ പ്രശസ്തമാർജിച്ച ഒരു ആചാരമാണ് കേട്ടോ ഇവിടുത്തെ. ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വേറെ എന്തോ ഒരു ഫീലാണ് കേട്ടോ. ഇതെന്താണ് ഇതിൻ്റെ ഓരോരോ എന്താ പറയണ, കല്ലിൽ ഓരോരോ പ്രതിഷ്ഠകളാണ്. പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും പ്രാർത്ഥിച്ചു, മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടി. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റിയത് തന്നെയാണ്. കഴിഞ്ഞ വർഷം വരാമെന്ന് വിചാരിച്ചതാണ്, ഞങ്ങൾ ഈ വഴിയിലൂടെ പോയപ്പം പറ്റിയില്ല. പക്ഷേ ഈ വർഷം ഭഗവാൻ ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം തന്ന് അനുഗ്രഹിച്ചു. മതം ഏതായാലും മനുഷ്യർ ഒന്നാണ് എന്ന് പറയുന്ന ഒരു കാര്യം പല സ്ഥലത്തും പറയുമെങ്കിലും ആരും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാറില്ല. പക്ഷേ ഈ ക്ഷേത്രം നോക്കി നടത്തുന്നവരും ഇവിടുത്തെ പരിസരത്തുള്ളവരും എല്ലാ ആളുകളെയും സ്വീകരിക്കുന്നത് വളരെ സ്നേഹത്തോടു കൂടെയാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് വിനോദസഞ്ചാരികളും അല്ലാതെ പല മതത്തിലുള്ളവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തിലും വളരെ അർപ്പണ മനോഭാവത്തോടും കൂടെ തന്നെയാണ് ഇവരെല്ലാവരും നമ്മളെ ഉൾക്കൊള്ളുന്നത്. അത്